വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക കൃഷിപാഠവുമായി കണ്ടോക്കോറി ഉത്സവം. കാസർഗോഡ് തീർച്ചാൽ സ്വദേശിയായ ഡോക്ടർ രത്നാകര മല്ലമൂലയാണ് വീടിനോട് ചേർന്ന നിലമൊരുക്കി ഞാറുനടിയിൽ ഉത്സവമൊരുക്കിയത്. നീർച്ചാലിലെ ഡോക്ടർ രത്നാകര മല്ലമൂലയുടെ ബനവാസി എന്ന പേരുള്ള വീടിനോട് ചേർന്ന പ്രദേശത്താണ് നിലമൊരുക്കി ആദ്യമായി നെൽകൃഷി ഇറക്കിയത്. പുതുതലമുറക്ക് നെൽകൃഷിയിൽ പ്രായോഗിക അനുഭവം നൽകുകയായിരുന്നു അധ്യാപകനായ രത്നാകരയുടെ ലക്ഷ്യം. പുതുതായി തയ്യാറാക്കിയ കണ്ടത്തിൽ ഞാറ് നടുന്നത് കണ്ടക്കോറി എന്ന പേരിൽ ഉത്സവമായി നടത്തിയപ്പോൾ അത് വേറിട്ട അനുഭവമായി മാറി. സത്യനാരായണ വെള്ളേരി ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോൾ രത്നാകര മാഷ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹം നമ്മളെ നീർച്ചാലിലേക്ക് ഇവിടെ കുടിയേറി വന്നപ്പോ, ഇവിടെ പുതിയ വീട് കെട്ടി വന്നപ്പോ ഈ പ്രദേശത്തെ ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാര് വളരെയധികം സന്തോഷിച്ചു. കാരണം അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനും അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഈ നാടിന് കിട്ടിയ ഒരു സംഭാവനയാണ്. ഒരു ബദിയെടുക്കക്കാരൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്. രത്നാകര മാഷുടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പരിപാടികളിലും നമുക്ക് ഇനിയും പങ്കെടുക്കാം, അദ്ദേഹത്തോടൊപ്പം പങ്കുചേരാം. വിദ്യാർത്ഥികൾക്കായി വയലിൽ കാർഷിക നാടൻ കലകളുമായി ബന്ധപ്പെട്ട വിവിധ കായിക വിനോദങ്ങളും മത്സരങ്ങളും നടത്തി. ಗಿಡವ ನೆಡುವ ನೆಟ್ಟು ಬೆಳೆವ ಮರಗಳ ಮುಂದೆ ಅವು ನೀಡದಿರವು ದಿನಕ್ಕೆ 100 ವರಗಳ. വിദ്യാർത്ഥികൾക്ക് നുകം, കലപ്പ, മുട്ടാളെ തുടങ്ങിയ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും പരിചയപ്പെടുത്തി കൊടുത്തു. 13 സ്കൂളുകളിൽ നിന്നും വിവിധ കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, അധ്യാപകർ, കാർഷിക വിദഗ്ധർ, നാട്ടുകാർ തുടങ്ങിയവർ ഞാറുനടിയിൽ ഉത്സവത്തിൽ പങ്കെടുത്തു. തീരദേശത്തിന്റെ പരമ്പരാഗത ശൈലിയിലുള്ള ലഘുഭക്ഷണവും പായസവും നൽകിയാണ് എല്ലാവരെയും യാത്രയാക്കിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.